ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് സാധാരണ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെ പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് us consider a quadratic equation. Okay, quadratic equation ax² plus bx plus c equal to 0. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ സൊല്യൂഷൻ ചെയ്യാനും പഠിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിസ്ക്രിമിനന്റ് വാല്യൂ ഉണ്ട് അല്ലെ? ഇതിനകത്ത് ആദ്യം എ ബി സി എന്താണ്? what are a b and c? a b and c are real numbers. a b and c are real numbers. Okay, real numbers. And a is not equal to 0. a not equal to 0 ആകുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കത്തില്ല, കാരണം ഈ ടേം മിസ്സിംഗ് ആയിപ്പോൾ. ഇനി ഇതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതിന്റെ ഡിസ്ക്രിമിനന്റിനെ കുറിച്ച് പറയാം. ഓക്കെ, ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിനെ നമ്മൾ ഡി എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഡി ഈക്വൽ ടു b² മൈനസ് 4ac. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഇഫ് d ഈസ് ഈക്വൽ ടു 0 എന്താണ് സംഭവിക്കുന്നത്? വി ഹാവ് ടു ഐഡന്റിക്കൽ റൂട്ട്സ്. ഓക്കെ, എത്രയാണ്? ഐഡന്റിക്കൽ റൂട്ട്സ്, യുണീക് റൂട്ട്സ്. ഓക്കെ, ടു ഐഡന്റിക്കൽ real roots. If d is greater than 0, then what happens? Two distinct real roots. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. But what happens if d is less than 0? In 10th standard you have studied that we do not have any real roots, no real roots. Okay, real roots എന്നാണ് പഠിച്ചിട്ടുള്ളത്. But it doesn't mean that it does not have any roots. It will have two roots again, because any quadratic equation will have two roots. Any polynomial equation in one variable will have two roots, two complex roots. Okay, real numbers are also complex numbers, so therefore it will have two complex roots. A polynomial of n degree, an n degree polynomial will have n roots. Okay, it will have n roots. Adana fundamental theorem of algebra. No real roots ആകുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? This implies the roots are, it implies that roots are complex. Okay, roots are complex. So നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? എങ്ങനെയാണ് റൂട്ട്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? റൂട്ട്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നോക്കുന്നത്? റൂട്ട് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ്. ഓക്കെ, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട്സ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫോർമുല എന്താണ്? -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² മൈനസ് 4ac by 2a അല്ലേ? by 2a. If b² minus 4ac is negative, then the square root will become something into I. Correct? b² minus 4ac നെഗറ്റീവ് ആണെങ്കിൽ ഇത് നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് തരും, അല്ലെങ്കിൽ റിയൽ റൂട്ട്സ് തരും. അത്രേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫോർമുല. ഇനി ഇത്ര നമുക്ക് പഠിച്ചാൽ മതി. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം. നമുക്കൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് ചെയ്യാം. എത്ര റൂട്ട്സ് ആണുള്ളത്? നമ്പർ ഓഫ് റൂട്ട്സിനെ കുറിച്ച് പറയാം. പോളിനോമിയൽ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ് നോട്ട് ചെയ്യേണ്ടത്? പോളിനോമിയൽ of n degree. Okay, a polynomial of n degree has
n roots. Okay, sometimes some of them may be similar, some of them may be distinct, all of them may be distinct. Okay, n degree polynomial ആവുമ്പോൾ n degree polynomialsന് എത്ര roots ഉണ്ട്? n roots ഉണ്ട്. So now we are talking about a quadratic equation. So it is a quadratic equation will have a 2-degree polynomial, a second degree polynomial. Okay, quadratic polynomial has highest degree 2. അപ്പോൾ അതിന് roots എത്ര ആയിരിക്കും? 2. Okay, there are only 2 roots. Sometimes they are identical, sometimes they are distinct. Okay, that's it. Now we shall try to solve a particular expression. നമുക്ക് ഒരു first example എടുക്കാം. Let us consider the first example. First example is say x square plus 2 equal to 0. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? This is an easy example. Okay, so here we can take x square equal to minus of 2. X square is minus 2. What it means? What is x? X will be equal to square root of 2. Square root of minus 2. Correct? X will be equal to square root of minus 2. Okay, and that is equal to എന്തായിരിക്കും അത്? root of 2 into root of minus 1. Correct? So root 2 എന്താണ്? root 2 എന്താണ്? root 2 ആണ്. Okay, root 2 ആണ്. And what is root of minus 1? This is root of minus 1. And root of minus 1 is equal to I. You know that. Correct? കാരണം I square equal to minus 1. So what is square root of I? Root of minus 1. Square root of minus 1 equal to I. That is how it is defined. Okay. So therefore, ഇതിനെ നമുക്ക് I എന്ന് എഴുതാൻ പറ്റും. So root 2 into I. This is how we will be writing. Okay. So what is the root? So x is equal to square root of 2 into I. അപ്പോൾ ഇത് 2ന്റെ square root. 2ന്റെ square root എന്തായിരിക്കും? We can have two different values. Two different values ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? So we will have plus or minus 2. Okay. Root 2 can be taken as plus or minus 2. So I will be taking plus or minus here. Plus or minus. Okay. Here also plus or minus. Plus minus root 2 ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? See, you can check this. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആദ്യം റൂട്ട് 2 ഐയുടെ സ്ക്വയർ എടുക്കുക. റൂട്ട് 2 ഐയുടെ സ്ക്വയർ എടുത്ത് നോക്കി എന്താണ് കിട്ടുന്നത്? അത് നമുക്ക് മൈനസ് 2 എന്ന് കിട്ടുമോ? ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ട റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. ഐന്റെ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ നോക്കാം. മൈനസ് റൂട്ട് 2 ഐന്റെ സ്ക്വയർ നോക്കാം. അതെന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ അതും 2 ആണ്. ഐന്റെ സ്ക്വയർ മൈനസ് 1 ആണ്. ഐ സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു മൈനസ് 2. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നമുക്ക് see when we put this value into this you will get the solution. Okay, അതാണ് ഇത് ചെക്ക് ആണ് ചെയ്തത്, verification. Okay, now let us take the second example. Second example എങ്ങനത്തെ എടുക്കണ്ടേ? x square plus x plus 1 equal to 0. Let me take the second example. X square plus x plus 1 equal to 0. How to solve this? ഇവിടെ നമ്മൾ മറ്റേ b square minus 4ac യുടെ കോൺസെപ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഹിയർ വാട്ട് ഈസ് a? a equal to 1. ഓക്കെ, ഇവിടെ a is equal to 1. b will be equal to coefficient of x, that is 1, and c also equal to 1. Okay, now how to solve this? We will try to find b square minus 4ac. Okay, what is b square minus 4ac? And that is d. Okay, d equal to b square minus 4ac. And another b square, so that is 1 square minus 4 into 1 into 1. Okay, so we get 1 square is 1 minus 4, and that is equal to 3, negative 3. ഇത് എങ്ങനത്തെ നമ്പർ ആണ്? ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്. ഓക്കെ, ലെസ് ദാൻ 0 ആണ്. അപ്പൊ എങ്ങനായിരിക്കും റൂട്ട്? അത് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയർ റൂട്ട് ഓഫ് ഡി ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ഡി കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് ഡി എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് -3.
square root of minus 3. And that will be equal to plus or minus, that will be equal to plus or minus root 3 I. Okay, plus or minus root 3 into I. Okay, plus minus root 3 into I. Clear? Now the roots, solutions അല്ലെങ്കിൽ roots. Roots are given by minus b plus minus root of d by 2a. Okay, or we can say that root of b square minus 4ac. Instead of b square minus 4ac, I have taken d. Okay, so minus of b, minus, then what is value of b? B is 1, so I will put 1 here. Minus b plus minus, what is square root of d? Square root of d is root 3 I. So my plus minus is already there, so root 3 I by 2a. 2 into what is a? A is 1. Okay, so now this is minus 1. Okay, I'll put here minus 1, then plus minus root 3 I by 2. So there are two solutions. Which are the two solutions? നമുക്ക് റൂട്ട്സ് കിട്ടി. റൂട്ട്സ് ഏതൊക്കെയാണ്? So therefore the roots are, the roots of the solution, roots of the equation are minus 1 plus root 3I by 2, minus 1 plus root 3 into I by 2, and minus 1 minus root 3 into I by 2. Okay, these are the two solutions. Clear ആയോ? ഇനി അടുത്ത ഒരെണ്ണം കൂടെ എടുക്കാം. The third example, example 3. Okay, let us consider square root of 5 x square plus x plus square root of 5. Okay, and that is equal to 0. This is what is given to you. So here a will be equal to square root of 5, this one, then b will be equal to 1, okay, middle term, and c will be equal to square root of 5, correct? Now you will find b square minus 4ac, that is d. Okay, discriminant equal to b square minus 4ac. So what is b square? That is 1 square minus 4, what is a? Root of 5. What is c? C is also square root of 5. Okay, so divided by, sorry, not divided, so it will be equal to 1 minus 4 into 5. Root 5 into root 5 is 5. Okay, അപ്പോൾ ഇത് 1 minus 4 5 are 20 എന്നായി. So that is equal to 19. Okay, negative 19. Negative, d is negative, d is less than 0. അപ്പോൾ two distinct complex roots ആയിരിക്കും. Two distinct complex roots. Okay, imaginary roots ആയിരിക്കും, real roots ആയിരിക്കത്തില്ല. It will be imaginary roots. D is less than 0. Here d is less than 0. So therefore two distinct imaginary roots. Okay, imaginary roots. അപ്പോൾ ഇനി roots ഏതൊക്കെയാണ്? Roots are minus b plus minus square root of d by 2a. Okay, അപ്പോൾ d യുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അതവിടെ കിട്ടിക്കോളും. Okay, so this is minus b plus minus, what is root of d എന്തായിരുന്നു? Minus of 19. Okay, b യുടെ വാല്യൂ ഇട്ടില്ല. b യുടെ വാല്യൂ എന്താണ്? b യുടെ വാല്യൂ 1. Okay, so I will put 1 here, divided by 2 into what is root a? A is square root of 5. Okay, so this will be equal to minus 1. See, root of 19 will be root 19i, because root of 19 cannot be found, and this is minus 1. Minus 1 will be there inside. So minus 1 in the square root കണ്ടുപിടിക്കാൻ പറ്റും, and that is I. So plus minus root of 19i by 2 root 5. Okay, so this is the answer. There are two answers, two solutions.
one with the plus sign and the other one with the minus sign. Therefore, the roots are the roots of given equation are minus 1 plus root 19 I by 2 root 5 and minus 1 minus root of 19 I by 2 root 5. Okay. ഇത് വേണമെങ്കിൽ റാഷണലൈസ് ചെയ്യാൻ തരാൻ പറ്റും, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. So this is your solution. I hope things are clear to you. Exercise 5.3. Okay. Exercise 5.3. Adinte first question. What is that? This is x square plus 3 equal to 0. How can we do this? X square plus 3 equal to 0. I can directly put x square equal to minus of 3 and this will give me the solutions as x equal to plus or minus root of minus 3. Okay, x equal to plus or minus square root of minus 3. So this will be equal to plus or minus square root of 3 into I. Okay. Negative ആവുമ്പോൾ root 3 എടുക്കുക, പിന്നെ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് I എടുക്കുക. Okay, root of minus is equal minus 1 is equal to y. Okay, so x equal to plus or minus root 3i. So these are the two solutions. Now second question നോക്കാം. Second question എന്താണ്? 2x square plus x plus 1 equal to 0. Okay. So how to solve this? So here we have a. What is a? A equal to 2. Okay. What is b? B equal to 1. And what is c? C also equal to 1. Here let us check b square minus 4ac, that is d. D is equal to b square minus 4ac and that will be equal to 1 square minus 4 into 2 into 1. Okay. So this is 1 minus 4 to 8. Okay. 1 minus 8 എന്താണ്? That is minus of 7. Okay. This is negative less than 0 ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കിട്ടും? Therefore, two distinct roots കിട്ടും. Okay. Two distinct roots ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. Okay. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് roots കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? മൈനസ് ബി plus or minus square root of d by 2a. d എന്ന് പറഞ്ഞാൽ b square minus 4ac ആണ്. ചില സമയത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് root of b square minus 4ac എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമുക്കത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, root of d എന്ന് എഴുതിയാലും മതി. So just put the values. Minus is already there. What is value of b? b is 1. So I'll put 1. Then plus minus. What is d? Value of d എന്താണ്? Minus 7. So I'll put minus 7 and then 2 into value of a, that is 2. Okay. So ഇതെന്തായിരിക്കും? minus 1 plus minus root of minus 7 will be root 7 into root of minus 1. Root of minus 1 is I divided by 4. Okay. So the two solutions are one with the plus sign and the other one with the negative sign. So no need to write both of them separately. This is also taken. Okay, accepted. Now let us look at the third question. Okay. Question number 3. Am I fast? Then let me know. Okay. X square plus 3x plus 9. X square plus 3x plus 9 equal to 0. We need to solve this. Means find the value of x. So what to do? What can we do? We will take a equal to 1. B equal to 3 and C equal to 9. Find D. D will be equal to B square minus 4AC and that will be equal to 3 square. Okay. What is B? B is 3. So 3 square minus 4 into A. What is A? A is 1.
and what is C? C is equal to 9. Okay. So with simplifying, we get 3 3s are 9 minus 9 4s are 36. So answer is minus 27. Correct? What is this? This is less than 0. The value of D is minus 37 and it is less than 0. So you will get two distinct roots. Okay, two distinct. Actually, they are complex roots. Okay, complex roots. നമുക്ക് എങ്ങനെ വേണേൽ പറയാം, കോംപ്ലക്സ് നമ്പർ ആണ്, എല്ലാ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റില്ല, ഇറ്റ് ഈസ് 100% കറക്റ്റ്. ഓക്കെ, അപ്പോൾ 5 എന്ന ആൻസർ വന്നാൽ പോലും അത് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കണം അല്ലെ. റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ 2a. ഓക്കെ, what is this? Minus b എന്താണ്? b was 3, then plus minus what is value of d? d is minus 27 divided by 2 into 1. Okay, simplifying, minus 3 plus or minus what is root of 27? Root of 27 into I. Okay, മൈനസ് മാറി, മൈനസ് മാത്രം പുറത്തോട്ട് എടുക്കുക, റൂട്ടിന്റെ പുറത്തോട്ട് മൈനസ് എടുക്കുന്നത് എങ്ങനെയാണ്? I എടുക്കുക. Okay, and then 2. Now square root of 27 and that. What is square root of 27? 27 can be written as 3 into 3 into 3. Okay. Now these two 3's can be taken out as 1 3. So 3 root 3 എന്ന് എഴുതാൻ പറ്റും. Correct? 3 root 3 എന്ന് എഴുതാൻ പറ്റും. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. This is the rough part. So instead of 27, root 27, I will be writing 3 root 3. Okay. Okay, so this will be equal to minus 3 plus minus 3 root 3 into I divided by 2. So this is your answer. You may take 3 out as common also if you want. You can take 3 out as common and then write minus 1 plus minus root 3 into I by 2. Okay, you can write like this also. This one and or this one is the answer. Okay, you may check the answer. Clear ആണല്ലോ? So next question നോക്കാം. ഇനി ഏതാണ്? എത്രാമത്തെയാ? രണ്ടെണ്ണം മൂന്നെണ്ണം കഴിഞ്ഞു, ഇനി നാലാമത്തെ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഞാൻ ഫാസ്റ്റ് ആണെങ്കിൽ പറയും കേട്ടോ. ഇനീഷ്യലി നെഗറ്റീവ് വരുന്നുണ്ട്, മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. സോ ഇതിനെ ആദ്യം -1 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെ മോഡിഫൈ ചെയ്യുക. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്ക്വയർ സൈൻ ചേഞ്ച് ചെയ്യുക കംപ്ലീറ്റ്ലി. കാരണം ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ലീഡിങ് കോഎഫിഷ്യന്റ് ഒരിക്കലും നെഗറ്റീവ് ആകരുത്. ഓക്കെ, അയാൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആകാതിരുന്നാൽ നമുക്ക് സൗകര്യമുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഇത് നെഗറ്റീവിന്റെ പോസിറ്റീവ് ആക്കി, പോസിറ്റീവിന്റെ നെഗറ്റീവ് ആക്കി, നെഗറ്റീവിന്റെ പോസിറ്റീവ് ആക്കി. ഇപ്പോഴത്തെ 0ക്കകത്ത് സൈൻ എത്ര ഇട്ടാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, ഇതിനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതിനകത്ത് a will be equal to 0, sorry, a will be equal to 1. What is b? b equal to minus of 1 and c equal to 2. Okay, now again the same way. What is d? d is equal to b square minus 4ac. What is b square? minus 1 in the square minus 4. a യുടെ value 1, c യുടെ value 2. Okay, so what are we getting? 1 square is 1 minus 4 2s are 8 and the answer is minus 7. Okay, minus 7. So now what are the roots കണ്ടുപിടിക്കാം. Roots will be equal to minus b plus minus square root of d by 2a. Okay, root of d ന്റെ സ്ഥാനത്ത് b square minus 4ac എന്ന് പറഞ്ഞാൽ minus 7. What is b? b is minus 1. അപ്പൊ മൈനസ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു -1 ഉണ്ട്, പിന്നെ പ്ലസ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -7 divided by
2a. Okay, this will be 1, then plus minus square root of 7 into I divided by what is a? A is 1, so 2a. Instead of a we can write 1. So this is 2. Okay, so the answer is this. Clear ആകുന്നുണ്ടോ? Okay, next എടുക്കാം. Question number 5 എടുക്കാം. Okay, question 5. Fifth question നകത്ത് എങ്ങനെ നടന്നിരിക്കുന്നത്? Question തന്നിരിക്കുന്നത് x square plus 3x plus 5 equal to 0. How can we do this? Same way, same method. A എന്താണ്? A equal to 1, B equal to 3 and C equal to 5. Okay, find D. D is equal to B square minus 4AC and that is equal to B square എന്താണ്? 3 യുടെ square minus 4, value of A 1, value of C 5. Okay, ഇത് simplify. ഇവിടെ 9 minus 5 for the 20. So the result is how much? 11 minus 11. അല്ലേ? ഇനി roots എന്താണ്? Roots will be equal to B minus B plus minus square root of D by 2A. Okay, minus what is B? B is 3 plus minus square root of minus 11 divided by 2 into A is 1. Okay, so minus 3 ഉണ്ട്, minus 3 ഉണ്ട്, പിന്നെ plus minus ഉണ്ട്. Square root of minus 11 എന്താണ്? Square root of 11 into square root of minus 1. Square root of minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ആയിരിക്കും, divided by 2. Okay, the solution is done. Okay, next നോക്കാം. നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണമെങ്കിൽ എന്നെക്കാട്ടി ഫിഫ്ത്ത് കഴിഞ്ഞു, ഇനി സിക്സ്ത് നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? Question number 6. It is x square minus x plus 2 equal to 0. Okay, this is do it yourself problem. Okay, do it yourself. Okay, നമ്മൾ അതിനെ DIY എന്നൊക്കെ പറയും അല്ലേ? എന്തായിരിക്കും ആൻസർ? ഞാൻ ഷോർട്ടായിട്ട് MCQ എക്സാം പോലെ ആണെങ്കിൽ നേരെ എഴുതുക, മൈനസ് ബി പ്ലസ് മൈനസ്. ഓക്കെ, നേരെ റൂട്ട്സ് അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റും. ഡി ഒന്നും കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല, നേരെ കണ്ടുപിടിക്കാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ 7th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 7. 7th ക്വസ്റ്റ്യനകത്ത് എന്താണ് തന്നിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 into x square plus x plus square root of 2 equal to 0. This is similar to the second example that I did. The third example that I did. Correct? There we had root 5. Here we are having root of 2. That's it. Don't worry about the roots. Roots വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നത്. A എന്താണ്? A will be equal to A യുടെ വാല്യൂ എന്താണ്? Square root of 2, B 1, C square root of 2. Clear? So what is D? D will be equal to B square minus 4AC, and that is equal to what is B square? B square is 1 square minus 4A is square root of 2. C also is square root of 2. Okay, so this becomes 1 minus, it's root 2 into root 2 is 2 and 2 into 4 is 8. Okay, ഇത് എത്രയാണ്? മൈനസ് ഓഫ് 7. അഗെയിൻ എല്ലായിടത്തും -7 ആണ്. ഇനി റൂട്ട്സ് കണ്ടുപിടിക്കാം. റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫോർമുല കാണാതെ പഠിക്കുക. മൈനസ് ബി പ്ലസ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ 2a. ഓക്കെ, മൈനസ് ഉണ്ട്, ബി എന്താണ്? ബിയുടെ വാല്യൂ 1 പ്ലസ് മൈനസ്
square root of minus of 7, negative 7 divided by 2 into square root of 2. Okay, answer I minus 1 plus minus root 7. Minus 1 will be taken out, square root, that becomes I divided by 2 root 2. So this is your solution. Okay, 7th one is done. Now 8th one you can do if you want on your own. Okay, 8th one solve cheyamo tana tane. Question number 8 can be taken. Do it yourself. Question number 8 we have square root of 3 into x square plus square root of 2 into x plus 3 root 3 equal to 0. Okay, can you do this? Hello? Yes, sir. Okay, then you try, and in case if you cannot, you just let me know. Okay, we shall go on to the ninth problem. Ninth problem, we have something different. You can just directly simplify it. No big issue. Okay, this is x square plus x plus 1 by square root of 2 equal to 0. First, convert this into one line equation. How to do that? Multiply by square root of 2. Okay, multiply by square root of 2. Multiplying by square root of 2. കാരണം ഇവിടെ LCM square root of 2 ആണ്. We get then square root of 2 ഇതിന്റെ കൂടെ multiply ചെയ്യുക. So you will get square root of 2 into x square plus square root of 2 into x plus square root of 2 into 1 by square root of 2. That will become 1. Correct? And 0 into square root of 2. That is 0. So now this is the new equation which you know how to solve. Find d. So to find d, I will write down a equal to square root of 2, b is equal to square root of 2, and c equal to 1. Okay. So b square minus 4ac is d. d is equal to b square minus 4ac, which will be equal to b square root 2 in the square minus 4 under a and c. What is a? A is square root of 2, and what is c? C is 1. Answer എന്താണ്? ഇവിടെ 2 ഉണ്ട് minus 4 root 2. Okay, ഇത് ഇങ്ങനെ ആയിരിക്കുന്ന d കേട്ടോ. Don't worry about that. Okay. ഇതെങ്ങനെയാണ്? ഇത് തൽക്കാലം ഇതിങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യണം. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? റൂട്ട്സ്. ഓക്കെ, റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ബി സ്ക്വയർ മൈനസ് ബി plus minus square root of d divided by 2a. Okay, so that will be equal to minus b എന്ന് പറഞ്ഞാൽ minus of b എന്താണ്? b is root 2 എടുക്കാം plus minus square root of 2 minus 4 root 2. Okay, 2 minus 4 root 2 divided by 2 root 2. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, ആൻസർ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ വേണമെങ്കിൽ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു റൂട്ട് 2 കോമൺ എടുക്കാൻ പറ്റും. അത് കാരണം ഇത് സിംപ്ലിഫൈ ചെയ്യാം കുറച്ചും കൂടെ. ദിസ് ഈസ് മൈനസ് ഓഫ് റൂട്ട് 2, മൈനസ് റൂട്ട് 2 ഉണ്ട്. പിന്നെ ഇവിടെ പ്ലസ് മൈനസ് ഇതിനകത്തുനിന്ന് ഒരു 2 പുറത്തെടുക്കാൻ പറ്റും. 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് ആസ് കോമൺ, ആൻഡ് വെൻ ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ റൂട്ട് ഇറ്റ് ബിക്കംസ് റൂട്ട് 2. ഓക്കെ, അല്ലെങ്കിൽ അതൊരു സ്റ്റെപ്പ് കൂടുതൽ എഴുതാം, കുഴപ്പമില്ല. I will take 2, and this is 1 minus 2 root 2. Clear? 1 minus 2 root 2 ആകും. ഒരു 2 ആണ് 4ൽ നിന്നും 2ൽ നിന്നും പുറത്തോട്ട് എടുത്തത്. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 root 2. ഓക്കെ, നൗ നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഒരു റൂട്ട് 2 മൈനസ് ഓഫ് റൂട്ട് 2 ഉണ്ട്, പ്ലസ് മൈനസ് ദിസ് റൂട്ട് 2 ക്യാൻ ബി ടേക്കൺ ഔട്ട്. ഇവിടെ റൂട്ട് 2 ഉണ്ട്, പിന്നെ റൂട്ട് ഓഫ് 1 minus 2 root 2. ഓക്കെ, റൂട്ട് 2 ആൻഡ് 1 minus 2 root 2 ആ രീതിയിലാണ് കിടക്കുന്നത്.
അപ്പോൾ എങ്ങനെ ഇനി ഇതിന്റെ ഫർദർ ഡിവൈഡഡ് ബൈ 2 root 2 divided by 2 root 2. Now you can take the root 2 out as common and cancel. അപ്പോൾ എങ്ങനെ ഇരിക്കും ആൻസർ? ചെക്ക് ചെയ്ത് എന്താ ആൻസർ കിട്ടുന്നത്? കോമൺ എടുക്കാം. So what we get is -1 plus minus square root of 1 minus 2 root 2 divided by root 2 cancel ആയിപ്പോയി, താഴെ 2 വന്നു. മനസ്സിലായോ? So this is your answer. So you can write it as -1 plus minus square root of -1 I divided by 2. Okay, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്താൽ മതി. Can you do this? Question number 10. Question number 10 നോക്കാം നമുക്ക്. 10th question. 10th question അതെന്താ പറയുന്നത്? x square plus x by square root of 2 plus 1 equal to 0. So how can we solve this? Multiplying by root 2. Correct. First of all, multiply by square root of 2. Multiply by square root of 2 on both sides. What we get? Square root of 2 plus x plus square root of 2 equal to 0. This is a similar question. X square ഉണ്ട് കേട്ടോ. This is similar to 7th question. അല്ലേ? This is similar to question number 7. When we simplify this thing, you get question number 7. Correct? Question number 7 എന്ത് ചെയ്യും? root 2 x square plus x plus root 2. Okay, അതിന്റെ ആൻസർ ഇത് തന്നെയാണ്. ഓക്കെ, ആൻസർ ചെക്ക് ചെയ്യാം. ആൻസർ എന്താണ് കിട്ടുന്നത്? ഫൈനൽ ആൻസർ ഇത് തന്നെയാണ്. ഓക്കെ, 7th-ന്റെ 10th-ന്റെ പുറകിലത്തെ ആൻസർ സെയിം ആണ്. സോ ദിസ് ഇസ് you can continue from this part. Okay, so ഇന്നത്തെ ക്ലാസ് ഇത്ര മതിയല്ലോ അല്ലേ? താങ്ക് യു.